ഇന്ന് ചെയ്യാൻ പോകുന്നത് മഷ്റൂം മട്ടർ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നുള്ളത് നോക്കിക്കോ. എല്ലാ സ്പൈസസും വേണം. അതായത് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ബേ ലീഫ്, അതായത് പട്ടയുടെ ഇലയായത്. ഇത് കുറച്ച് സാദാ ജീരകവ, പിന്നെ ഒരു ഇച്ചിരി കടുക്, പിന്നെ വേണ്ടിയത് ഇച്ചിരി ബട്ടർ, പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയാ. ഒത്തിരി ഇടുകയല്ല, ഒരു ഇച്ചിരി. ഇത് ഒരു സവാള നല്ല കൊത്തി അരിഞ്ഞു വെച്ചേക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതെല്ലാം മേടിച്ചതാ. ധൃതി പിടിച്ച് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്ക് അത്ര നേരം വേണമെന്നുള്ളൊരു ചിന്ത വേണ്ട. പക്ഷെ ഞാൻ മേടിച്ചു പോയി ചെയ്യാൻ നോക്കും. ഇതൊരു തക്കാളി അരച്ചെടുത്തേക്കുക. മുഴുത്തൊരു തക്കാളിയാ, ഇല്ലെങ്കിൽ ഒരു 2 എണ്ണം. പിന്നെ നമ്മുടെ പൊടിയെല്ലാം മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് ഒരു 2-3 പച്ചമുളക്. ഇത്രയും ഒരു സവാളയും വെച്ച് ഇത്രയും മഷ്റൂം എന്നാത്തിനാന്ന് ചോദിച്ചാൽ മഷ്റൂം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ചുരുങ്ങുവേ. പിന്നെ ആണെങ്കിൽ കുറച്ച് ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് കസൂരി മേത്തി, കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം. ഇത്രയാ വേണ്ടിയേ. ഇപ്പൊ ഫ്രഷ് ക്രീം ഓൾ ഓഫ് എ സഡൻ നമ്മുടെ വീട്ടിനകത്ത് ഇല്ലേലും വിഷമമൊന്നും വേണ്ട. നമുക്ക് എന്നാ ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാല് എന്നാ പറയാ, ഫ്രഷ് ക്രീമിന് പകരം ഈ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്തത് കുറച്ച് കൂടുതൽ ചേർത്താലും മതി, കുഴപ്പമൊന്നും വരികയില്ല. അടുപ്പ് കത്തിച്ചേച്ച് ഫസ്റ്റ് കുറച്ച് വെജിറ്റബിൾ ഓയിലാ ഇതിന് നല്ല, മറ്റേ വെളിച്ചെണ്ണയല്ല. ഈ വെജിറ്റബിൾ ഓയിലിന്റെ കൂടെ തന്നെ കുറച്ച് 2 അല്ലെങ്കിൽ 1 ക്യൂബ് ബട്ടർ ഇട്ടേച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ വെച്ചുണ്ടല്ലോ 1 ക്യൂബും കൂടെ ഇട്ടേച്ചാൽ മതി. ഓക്കെ, ഇതങ്ങോട്ട് ആവുന്ന സമയം കുറച്ച് കടുക് ഇടാൻ പോവാ. ഒരുപാടൊന്നും ഇടണ്ട, കുറച്ച് കടുക്. അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ജീരകം കടുകിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ മുമ്പ് നിന്നോട്ടെ. ഇത് രണ്ടും ഒന്ന് പൊട്ടി കഴിഞ്ഞേച്ച് ബാക്കി കടുക് പൊട്ടണം, ജീരകം ഒന്ന് മൂക്കണം. ഇത് 2 മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ സ്പൈസസ് എല്ലാം ചേർക്കാം. ഇപ്പൊ വേണ്ട എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇപ്പൊ തന്നെ കടുക് പൊട്ടും, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാനൊരു നമ്മുടെ സ്പൈസസ് എല്ലാം ചേർക്കുക. ഗ്രാമ്പൂ ഒരു 3-4 എണ്ണം, ഏലക്ക ഇതേപോലെ ഒരു 2, 4, 6, പിന്നെ ഒരു കഷ്ണം പട്ട ചേർക്കുമ്പോ തന്നെ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ മെലിഞ്ഞ പട്ടയും കട്ടിയുള്ള പട്ടയുണ്ട്. പിന്നെ ഒരു ഇച്ചിരി, ഒരു പട്ടയുടെ ഇല മതിയാവും. സ്പൈസസ് എല്ലാം ചേർക്കുമ്പോ എപ്പോഴും സൂക്ഷിച്ചോ, അത് പൊട്ടും. ഇതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ഇടുക. അന്നേച്ച് ഈ ഉള്ളി ഒന്ന് ഇച്ചിരി നല്ലതായിട്ട് വഴന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ആവണം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ബ്രൗൺ ആവാനുള്ളതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഇത് മേടിക്കുന്നതായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഇച്ചിരി ചേർത്തേച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുക. അല്ലെങ്കിൽ ഇതിന്റെ ഒരു കുത്തല മുന്നേ നിൽക്കും. ഇനി ഈ ഉള്ളി ഒന്ന് ഇച്ചിരി നല്ല ബ്രൗൺ ആയി കഴിയുന്നിടം വരെ നമുക്ക് ക്ഷമയോടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നൊന്ന് ബ്രൗൺ ആവാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടെടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോ അരിഞ്ഞേക്കുന്ന ഒരു ഇച്ചിരി ഉള്ളിയല്ലേ ഉള്ളൂ, അന്നേരം അത് പെട്ടെന്ന് ആവാൻ വലിയ താമസമൊന്നുമില്ല. ഇനിയിപ്പോ ഇവിടെ ടൊമാറ്റോ ഞാൻ അരച്ചു വെച്ചേക്കുക. ഈ അരച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മെനക്കെടാൻ ഒക്കുകയല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ അരിഞ്ഞിട്ടേച്ചാലും മതി. പക്ഷെ നമ്മൾ വഴറ്റുമ്പത്തേന് അതിങ്ങനെ എന്താ പറയാ, നല്ല ഉടഞ്ഞ് ആ ഗ്രേവിയിലേക്ക് ചേരണം. ഇതൊരു ഇച്ചിരി എന്നാന്നറിയോ, ഈ ഉള്ളിയൊക്കെ ഒരു ഇച്ചിരി മൂത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാ ഇച്ചിരി ഒന്ന് മൂപ്പിക്കുന്നത്. ഇനിയിപ്പോ ഒത്തിരി അങ്ങ് മൂത്ത് പോയില്ല, നമ്മുടെ പരുവം തെറ്റിപ്പോയി, എന്നാ ഉള്ളി ഇച്ചിരി മൂക്കുകയും ചെയ്തു, എന്നാ മൂത്തോന്നുള്ള പരുവം നമുക്ക് അറിയാൻ മേലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ഇൻഗ്രീഡിയൻസ് 1 by 1 ആയിട്ടാ ചേർക്കുന്നത്. അന്നേരം ആ ഉള്ളി അങ്ങ് വെന്ത് മൂത്തോളുവേ. ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാല് പൊടികളാ. ഈ പൊടി ചേർത്തുമ്പോ എപ്പോഴും നമ്മൾ ഒരു ഇച്ചിരി ലോ ഫ്ലെയിമിൽ ചെയ്താല് പൊടി അങ്ങ് മൂത്ത് പോവുകയല്ല. ഓക്കെ, ഉള്ളി ഒരു ഒത്തിരി അങ്ങ് നമ്മള് ബിരിയാണിക്ക് വറക്കുന്ന കൂട്ടൊന്നും മൂക്കണ്ട. എന്റെ ഈ പരുവം മതി. ഇനി എന്നാ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊടികളെല്ലാം ചേർക്കണേ. നമ്മുടെ വീടുകളിലുള്ള അതേ പൊടി തന്നെയാ. നോക്കുമ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ആയിട്ട് തോന്നും, പക്ഷെ അത്ര ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാ. ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, അത് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി,
പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി. ഇനി ഈ നമ്മൾ നേരത്തെ ഗരം മസാല ഇട്ടായിരുന്നു, പക്ഷെ ആ ഗരം മസാല പോരാൻ തോന്നുവാണെങ്കിൽ ഇവിടെ ഒരു ഇച്ചിരി ഗരം മസാലയുടെ പൊടിയും കൂടി ഇടാവേ. ഈ ഇട്ട പൊടി മൂക്കാൻ വലിയ താമസമൊന്നുമില്ല. അതുകൊണ്ട് എന്നാ ചെയ്യാൻ പോകുന്നത്, ഞാൻ നെക്സ്റ്റ് ഇതിന്റെ ഒരു പച്ചച്ചൊവ മാറിക്കഴിഞ്ഞാൽ, കാര്യം ഇത്രയും എണ്ണയുണ്ടല്ലോ, അതിന് നേരം ഒന്നും വേണ്ട, എണ്ണ നല്ല മൂത്ത് കിടക്കുക, ചൂടാ, അപ്പൊ പിന്നെ പൊടി മൂക്കാൻ എണ്ണ നേരം വേണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ വേണ്ട ഈ അരച്ചു വെച്ചേക്കുന്ന തക്കാളി ചേർക്കുവാണ്. അപ്പൊ ഈ തക്കാളിയിലുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അത് മതിയാവും നമ്മുടെ ഈ പൊടി ഒന്ന് വെന്ത് മൂപ്പിച്ചെടുക്കാനായിട്ട്. തക്കാളിയും കൂടി ചേർത്ത് കഴിയുമ്പോ ഞാനൊരു ഇച്ചിരി തീ കൂട്ടുക. എന്നിട്ട് നമുക്ക് എന്നാ പറയുന്നേ, ഈ എന്നാ പറയാ, എണ്ണയൊക്കെ തെളിഞ്ഞു വരണ്ടായോ, അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം ഒന്ന് വിട്ടുകൊടുക്കുക. നമ്മൾ വാങ്ങാൻ നേരം ഈ കറി എല്ലാം വെച്ച് ലാസ്റ്റ് ഒന്ന് വാങ്ങാൻ നേരം ഉണ്ടല്ലോ, ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ പൊടിച്ചതിട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദാണ്, നല്ല മണവും ആ ഒരു സ്വാദും നല്ലതായിട്ട് നിൽക്കും. പക്ഷെ ആദ്യം നമ്മൾ റോ സ്പൈസസ് ചേർക്കുന്നുണ്ട്, അന്നേരം അത് നോക്കിക്കോണം. ലാസ്റ്റ് ചേർക്കുന്ന ഒരുപാടല്ല, ഒരു ഇച്ചിരി. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മഷ്റൂം ഇടുവാൻ പോവാ. മഷ്റൂമിനകത്ത് നിന്ന് ഒരു ഇച്ചിരി എന്നാ പറയുന്നത് വെള്ളം ഇറങ്ങുവേ, അതുകൊണ്ട് വെള്ളമൊക്കെ നമ്മൾ ചേർക്കാനായിട്ട്. ഈ മസാലയിലോട്ട് ഈ മഷ്റൂം നല്ലതായിട്ടൊന്ന് പെരണ്ട് പിടിക്കണം. ആ തക്കാളി മുഴുവൻ ഇടുന്നില്ല, ഒരു 1/4 ഭാഗേ ഞാൻ ഇട്ടുള്ളൂ. കാര്യം നമുക്ക് ഒരു നേരത്തേക്ക് മതിയല്ലോ, വെറുതെ എന്നത്തിനാ നമ്മള് ഇത് ഇനിയിപ്പോ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നാളെ മഷ്റൂം വെച്ചിട്ടേ ഇതുണ്ടാക്കാം, ബർഗർ പാറ്റി ഒക്കെ ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ഒരു വെജിറ്റേറിയൻ ഡിഷായി. പിള്ളേർക്ക് നല്ലതല്ലേ, ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാ. ഇത് ചിലപ്പോ കബാബ് പോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ. ഇതിനൊന്നും വ്യത്യാസമില്ല. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, ഇതൊന്ന് മിക്സിയിൽ ഒന്ന് മിൻസ് ചെയ്തെടുത്തേച്ച് നമ്മൾ ഇറച്ചി കബാബ് ചെയ്യുമ്പോഴത്തേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഇതിനകത്ത് ചേർത്തേച്ച് ബൈൻഡ് ആവാനായിട്ട് ഒന്നെങ്കിൽ റൊട്ടിപ്പൊടി പിടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺഫ്ലവർ, മൈദ, അരിപ്പൊടി ഇതെല്ലാം ചേർക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ എന്നാ പറയാ, ബാക്കിയുള്ള സാധനങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഈ മഷ്റൂം ചെയ്യുമ്പോഴത്തേ കുറച്ചൊരു ഇറച്ചിയുടെ ടേസ്റ്റ് പോലെ വരുമെന്ന് പിള്ളേർ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഇച്ചിരി ആയി കഴിയുമ്പത്തേന് ഞാനൊരു ഇച്ചിരി ഒരു 2 പച്ചമുളക് അതിനകത്തോട്ടൊന്ന് അരിഞ്ഞിടാവേ. 2ആയിട്ട് കീറി ഇടുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല അരിഞ്ഞിടുവാന്നേല അങ്ങനെ എരിവ് നോക്കിയേച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ചില അബദ്ധങ്ങൾ എനിക്കും പറ്റിയിട്ടുണ്ട്, കാര്യം എരിവ് കൂടി പോവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ 2 ചേർക്കാലോ. പച്ചമുളക് അരിഞ്ഞ രീതി തന്നെ ഇങ്ങനെ അരിഞ്ഞെന്ന് ചോദിച്ചാൽ എല്ലാവരും ചോദിക്കും ഇത് തന്നെ അടുക്കളയിൽ കയറിയിട്ടില്ലേന്ന്. പക്ഷെ അതല്ല, പിച്ചാത്തിക്ക് നല്ല മൂർച്ചയുണ്ട്, കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കൈ ഒന്ന് സേവ് ചെയ്ത് അരിഞ്ഞതാട്ടോ. ഇനിയിപ്പൊ 2 പച്ചമുളകിന് വേണ്ടിയിട്ട് ഇനി കട്ടിംഗ് ബോർഡ് ഒന്നും എടുക്കണ്ടല്ലോ, ഇല്ലേ അതും കഴുകാൻ നിൽക്കണം. അതുകൊണ്ടുള്ള എരിപ്പ വഴി ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. ഇനി വേണ്ടേ നോക്കിയാൽ കാണാം, നമ്മുടെ ആ ചേർത്തേക്കുന്ന എണ്ണ എല്ലാം തെളിഞ്ഞു വന്നേക്കുവാ. ഇനി ഇതിനകത്തോട്ട് ഞാൻ വേണ്ടേ നമ്മുടെ ഗ്രീൻ പീസ് ചേർക്കുവാണേ. ഗ്രീൻ പീസ് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളുണ്ട്, ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഇല്ലാത്ത കുഞ്ഞുങ്ങളിൽ എന്റെ മക്കളും കൂടെ ഉൾപ്പെടും. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇനി എത്ര ഗ്രീൻ പീസ് കറി നല്ലോണം വെച്ചാലും ആ പീസ് ഇങ്ങനെ എടുത്തു മാറ്റുന്ന സ്വഭാവം എന്റെ മക്കൾക്കുണ്ട്. അതുപോലെ ഒത്തിരി കുട്ടികൾക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള പിള്ളേർക്ക് നമ്മളിത് മഷ്റൂം കറിയായിട്ട് കൊടുക്കുക, മട്ടർ ഉപയോഗിക്കേണ്ട. ആക്ച്വലി ഈ എന്നാ പറയാ, പീസിന്റെയും മഷ്റൂമിന്റെയും ഒരു ജലാംശം, അതായത് മഷ്റൂമിന് നിറച്ചുണ്ട്, അതൊന്ന് പോണം. ആ സമയത്ത് ഈ മഷ്റൂം ഒന്ന് വേവത്തുള്ളൂ. അതിന്റെ ആ ഒരു എന്നാ പറയാ, ഒരു പച്ചച്ചുവയുണ്ട് അതിനൊരു. മഷ്റൂമിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറി ആ മസാല ആയിട്ട് ഒന്ന് മിക്സ് ആവാനായിട്ട് ഇച്ചിരി നേരം കൊടുക്കണം. ഇത്രയും നേരം ഈ ഗ്രേവി ഇത്രയും ഉണ്ടാക്കിയിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഉപ്പ് ഒരു അല്പം പോലും ചേർത്തിട്ടില്ല. മതി, പേടിയാ ഉപ്പ് ചേർക്കുമ്പോഴൊക്കെ, എപ്പോഴും പേടിയാ. കറിയില് ഉപ്പ് ചേർത്തു. ഇനി ഇതുവരെ നമ്മുടെ ആ ഒരു എന്താ പറയാ, ഇതൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഉണ്ടല്ലോ, അതൊരു മുന്നേ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസൂരി മേഥി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടേ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ജീരകം അതും കൂടെ ഇച്ചിരി കൂടുതൽ ഇട്ടാൽ മാത്രമേ ഇത് നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുള്ളൂ.
പക്ഷെ നമ്മൾ നോർത്തും സൗത്തും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഈ കറി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ പ്രതീക്ഷിക്കരുത്. പിന്നെ കറി നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലയാ, ഒരു വ്യത്യാസമല്ലേ. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അങ്ങ് ചേർത്തു. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചിടണം. എന്നാന്ന് വെച്ചാൽ മഷ്റൂമും പീസും ചേർത്ത മസാല ഇതെല്ലാം ഒന്ന് വെന്ത് അതിലോട്ടൊന്ന് പിടിക്കണ്ടായോ, ഒത്തിരി ചേർക്കണ്ട, ഒരു ഇച്ചിരി. ഇപ്പൊ എണ്ണ തെളിഞ്ഞു. മഷ്റൂമിനൊന്നും വലിയ വേവില്ല. പക്ഷെ ആദ്യമൊക്കെ ഞാൻ കുക്ക് ചെയ്ത സമയത്ത് എന്നാന്നറിയോ, ഞാൻ ശരിക്കും അത് പ്രഷർ കുക്കറിലൊക്കെ വരെ വേവിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ അങ്ങ് വെന്തുടഞ്ഞൊന്നും പോകുകയല്ല, ഉള്ള സത്യം പറയാലോ. ഇനി ഇതിനകത്തോട്ട് ഇനിയിപ്പോ തക്കാളിയൊക്കെ നമ്മൾ ചേർക്കുന്ന സമയത്തെ കുറച്ച് സമയം എടുത്ത് അത് അങ്ങ് നമ്മളല്ലേ അരപ്പുമായിട്ട് ചേരാനാണെങ്കിൽ തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റി വെച്ച് ഒന്ന് കുറച്ചേരം അടച്ചിട്ട് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്ത് അതില് പിടിക്കും. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ തീ ഒരു ഇച്ചിരി കുറച്ച് വെച്ച് അണ്ടിപ്പരിപ്പ് ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുക. അതൊരു കുറച്ച് 2 സ്പൂൺ നിറച്ച് ചേർത്തോളൂ. ഇതൊക്കെ ചേരുന്നത് നല്ലത് തന്നെയാണ്. കുറച്ചുകൂടി ഇരിപ്പുണ്ട്, അത് ചേർക്കാം. അത് ഇതും ചേർത്ത് ഇതൊക്കെ ഇനി സ്പീഡി ആവും. എന്നാന്ന് വെച്ചാൽ അത് ഇപ്പൊ നമ്മൾ തന്നെ ചീനച്ചട്ടി നോക്കിയാൽ നമുക്കറിയാം എന്നാന്നോ, ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന കണ്ടോ, ഇതെല്ലാം വെന്ത് കിടക്കുന്ന. അപ്പൊ നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് ആവാനേ ഉള്ളൂ. ഇതൊന്ന് ഇച്ചിരി എണ്ണയൊന്ന് തെളിഞ്ഞു കഴിഞ്ഞേച്ച് ഞാൻ ഈ ക്രീം ഒന്ന് ചേർക്കാൻ പോവാ. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചാറ് ഇത്രയും പോരാ, ഇതങ്ങ് പെരണ്ട് കിടക്കുക, അതൊക്കത്തില്ല. നമുക്ക് ഇച്ചിരി നല്ലതായിട്ട് ചാറ് വേണം. അപ്പൊ അതിനെന്നാ ചെയ്യുന്നത്, ഒരുപാട് വേറെ ഒന്നും ചേർക്കണ്ട, ഈ ക്രീമും കൂടെ ചേർത്തേച്ച് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാവേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് നമുക്ക് ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന് മലയാളികളുടെ ഒരു ടേസ്റ്റ് അല്ലേ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നേ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇച്ചിരി കസൂരി മേത്തിയും നമ്മുടെ മെയിൻ മല്ലിയിലയും കൂടെ ഇടാതെ എങ്ങനെയല്ലേ ആ ഫ്ലേവർ വരിക. പക്ഷെ നമ്മുടെ നാട് നമുക്ക് മറക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഒരു ഇച്ചിരി കറിവേപ്പില വഴറ്റുന്ന സമയത്തും ഇടാം, അതല്ലാതെയും ഞാനൊരു ഇച്ചിരി ഇടാൻ പോവാ. ഇതിന്റെ ഒരു മണം നോർത്തായാലും സൗത്തായാലും എന്റെ എന്ത് നല്ല മണമാണെന്നറിയാവോ. അപ്പൊ നമ്മുടെ നോർത്തിലെ ഫ്ലേവർ കുറച്ച് വരാനായിട്ട് ഒരു ഇച്ചിരി കസൂരി മേത്തിയും കൂടി ഇടണം. ഇതിന്റെ കൂടെ തീ നല്ലതായിട്ട് കുറച്ച് വെക്കുക. ഇച്ചിരി കൂടെ വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം. കുറച്ച് മല്ലിയെല്ലാം നിറച്ചിടാൻ പോവാ. ഇതൊക്കെ ഇട്ട് അതിന്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോഴത്തേക്ക് അതിന്റെ ഒരു രുചിയും മണവും ഒക്കെ വരത്തുള്ളൂ. ഇനിയിപ്പോ അത് കുറച്ചു നേരം എന്താ പറയാ, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ഇച്ചിരി നേരം ഒന്ന് അടച്ചിടണം. അപ്പം മല്ലിയിലയുടെയും ഈ പറഞ്ഞ പോലെ കസൂരി മേത്തിയുടെയും നമ്മുടെ ഗരം മസാല, നമ്മൾ പൊടി ഇതുവരെ ഇട്ടില്ല, പക്ഷെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊരു ഇച്ചിരി തൂയേച്ച് അതിന്റെ ഒരു മണം കിട്ടാനാണ്. നമ്മൾ നേരത്തെ പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം ഇട്ടതാ, പക്ഷെ എന്നാലും ഈ പൊടിച്ചത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെ വരിക. ഇനി അടച്ചിടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ ചേർക്കാറുണ്ട്. എന്നാന്നറിയാവോ, ഒരു ക്യൂബ് ബട്ടർ അതൊന്ന് മേളിൽ കിടന്നോട്ടെ. അതവിടെ കിടന്ന് അതിനൊന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാ. ആ ബട്ടറിനെ ഞാൻ അനക്കുന്നില്ല, ഇട്ടിരിക്കുന്ന ഗരം മസാല ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെല്ലാം ആ ഗ്രേവി കിടന്ന് നല്ലതായിട്ടൊന്ന് ചേർന്ന് പിടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു കറിയാ. ഇത് ചപ്പാത്തിക്ക് നല്ലതാ, പൂരിക്ക് നല്ലതാ, ഇടിയപ്പം, അപ്പം ഇതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാ. Ali's Kitchen. Let's cook with love.